ദൂരാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പൈസ ഇപ്പോൾ വരും ചേട്ടാ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞ് ഭാര്യ 2.5 ലക്ഷം രൂപ എനിക്ക് തന്നെ. ഞാൻ ആ 2.5 ലക്ഷം രൂപ ഞാൻ ആർട്ടിസ്റ്റുകളെ പിരിച്ചു വിടണ്ട എനിക്ക്. ഞാൻ അപ്പോൾ തന്നെ ആർട്ടിസ്റ്റുകളെ പിരിച്ചു വിട്ടു. എന്നിട്ടും പൈസ തരാൻ ഹോട്ടലിൽ ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാമെന്നുണ്ട്. ഹോട്ടലിൽ ഞാൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല, ഡിന്നർ പോലും കഴിച്ചിട്ടില്ല നൈറ്റ്. അങ്ങനെ ഇരിക്കുകയെ, കാരണം ഇവരെല്ലാവരും സെറ്റ് ചെയ്ത് വിട്ടു. ഞാൻ ഈ ചെക്കനും ഭാര്യയും ഒരു കുഞ്ഞുമായിട്ടുണ്ട്, പൊടി കുഞ്ഞുമായിട്ട് വന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ചേട്ടാ വിചാരിച്ച പോലെ ടിക്കറ്റൊന്നും കളക്ഷൻ ആയില്ല, പൈസ ഒന്നും കിട്ടിയില്ല, ഒരു താക്കോല് നിന്ന് എൻ്റെ കാറിൻ്റെ, ഇത് ചേട്ടൻ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വണ്ടി ചേട്ടൻ കൊണ്ടുപോയിക്കോ. അതാണ് ഈ പെങ്കൊച്ചിൻ്റെ മുഖത്ത് ചോരയില്ല, കാരണം അവർ വലിയൊരു ഈവൻ്റായിട്ട് പ്ലാൻ ചെയ്തതാണ് ഫാമിലി അടക്കം നിന്നിട്ട്. പക്ഷേ പാളിപ്പോവും, എല്ലാവർക്കും പാളിപ്പോവും ഇതൊക്കെ. ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ ഇതെനിക്ക് തരില്ല, നീ കുഞ്ഞിനെയും വൈഫിനെയും കൊണ്ട് രാത്രി എൻ്റെ വീട്ടിലേക്ക് പോകും, ഞാൻ എങ്ങനെയായാലും ഇവിടെ ഹോട്ടലിൻ്റെ പൈസ ഞാൻ കൊടുക്കണം, അത് വേണ്ട, ഞാൻ പൊക്കോ. ഞാൻ നേരെ പോന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്ക് രാവിലെ തന്നെ അവനെ വിളിച്ച്, പയ്യന് ഞാനുമായിട്ട് കണക്റ്റില്ല, എൻ്റെ പയ്യനുണ്ടല്ല കാര്യങ്ങൾ നോക്കണം, അവൻ വിളിച്ച് പൈസ രാവിലെ തന്നെ ഇടണോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വൈഫ് വിളിച്ച്, ചേട്ടായി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആൾ വിളിച്ച്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറങ്ങി എണീറ്റുള്ളൂ, ഞാൻ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞ്. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല, കോളും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പൈസ കിട്ടി എന്താ ഞാൻ ചോദിച്ചിട്ടില്ല. അവനിപ്പോൾ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അവനറിയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വയം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് തോന്നത്തില്ലേ? നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല എന്നിട്ടാ. ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് വീട് വിറ്റിട്ട് വേറെ ആൾക്ക് വീട് വെച്ച് കൊടുത്ത ആളാണ് ഞാൻ. 15 വർഷം വാടക വാങ്ങിച്ചിട്ട് ഞാൻ വീട് വെച്ച്, ആ വീട് വിറ്റിട്ട് ഞാൻ 10 ലക്ഷം രൂപ മേലെ മുടക്കിയിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന്. ഒരു നേരത്തെ മരുന്ന് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി ചെന്നാൽ, എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേഷ്യൻ്റ് കിടക്കണം ഈ ഫ്ലെക്സ് വിരിച്ചൊരു വീട്, അതിൻ്റെ ഫ്ലെക്സ് ഇട്ടിട്ട് അതിലാണ് കിടക്കണത്. എൻ്റെ വൈഫിന് ഞാൻ നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കുമ്പോൾ വൈഫ് നമുക്കൊരു കുഞ്ഞു വീട് വെക്കാമെന്ന് പറഞ്ഞു. കാരണം 2 പെൺമക്കളാണ്, +1 +2 പഠിക്കുന്നത് മരട്ടിൽ ഇവിടെ തന്നെ. +2 +1 പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവർ ബാത്റൂമിൽ പോകണം എപ്പോഴാണെന്ന് അറിയാമോ? വെളുപ്പിന് 4 മണിക്ക് അല്ലെങ്കിൽ 3:30 എണീറ്റിട്ട് പറമ്പിൽ പോകണം, തിരിച്ച് പിന്നെ പോകണമെങ്കിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി സ്ഥലത്ത് പോകണം. അപ്പോൾ വൈഫിൻ്റെ കൊണ്ട് ചേട്ടാ നമുക്കൊരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് വലിയ വീട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചിട്ടുണ്ടാവും, ഈ പിന്നെ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ്. ഫസ്റ്റ് കല്ലിട്ടെന്ന് എല്ലാവരും വന്നാൽ പിന്നെ ആരും വന്നില്ല. പിന്നെ ഞാനും വൈഫും എൻ്റെ ഈ പറഞ്ഞ പയ്യനും മദാനീസ് എന്ന് പറഞ്ഞാൽ അവനും മാത്രമേ ഉള്ളത്. അപ്പം ഞാൻ കോഴിക്കോട് ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ഷൂട്ട് കിടക്കണം കോഴിക്കോട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തറയിട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ എത്ര ലോഡ് കല്ലടിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 14 ലോഡ് കല്ലടിച്ചു. ഒരു വീട് വെക്കാൻ 14 ലോഡ് കരിങ്കല്ലിൽ അടിച്ചെന്ന്. ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിൻ്റെ പൊക്കത്തിന് തറയിട്ട് വെച്ചേക്കുക, വീടിൻ്റെ തറ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തായിട്ടത്? അല്ല വെള്ളം കയറുമോ എല്ലാം ചെയ്തതിൻ്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ ഞാൻ ചെയ്തോളാം എന്ന് തന്നെ. അങ്ങനെ ഞാൻ തന്നെ നിന്ന് പണിത് 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് ഒരു നല്ല വീട് അവർക്ക് വെച്ച് കൊടുത്ത് ഇപ്പം ആ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ടോയ്ലറ്റിൽ പോകും, അവർ കാര്യങ്ങൾ അവർ വിളിക്കാറുണ്ട്, വൈഫിനെ എന്നെ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്നിട്ട് വേറെ വീട് വെച്ചോ സ്വന്തം? ഞാൻ വാടക